നമസ്കാരം. ദി ഓപ്പൺ മൈക്കിലേക്ക് സ്വാഗതം. നമ്മളിന്ന് മേഘരാമസ്വാമിയുടെ ലാലന്നയുടെ ഗാനം എന്ന ഹ്രസ്വചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. അതെ. നമ്മുടെ കയ്യിലുള്ള ഈ ലേഖനങ്ങളെയും കുറിപ്പുകളെയും ഒക്കെ അടിസ്ഥാനമാക്കി കുറച്ച് ആഴത്തിൽ സംസാരിക്കാം. തീർച്ചയായും. ഈ സിനിമയുടെ പ്രമേയം, അതിന്റെ ഒരു സ്റ്റൈൽ, സംവിധായകരുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. പ്രധാനമായും ഇതിലെ സാമൂഹിക യാഥാർത്ഥ്യങ്ങളും പിന്നെ ആ ഹൊറർ അല്ലെങ്കിൽ ഭീകരമായ അംശങ്ങളും തമ്മിൽ എന്താണ് ബന്ധം, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അതെ, കാരണം ലേഖനങ്ങളൊക്കെ ഊന്നൽ കൊടുക്കുന്നത് ആ ഒരു കാര്യത്തിനാണ്. ഈ 33 മിനിറ്റ് സിനിമ എങ്ങനെയാണ് ഇത്ര അസ്വസ്ഥതയുണ്ടാക്കുന്നത്? എങ്ങനെയാണ് സാധാരണ യാഥാർത്ഥ്യങ്ങളെ ഹൊററുമായി കണക്ട് ചെയ്യുന്നത്? ശരിയാണ്. ഓക്കെ, നമുക്കിതൊന്ന് കീറിമുറിച്ച് പരിശോധിക്കാമല്ലേ? തീർച്ചയായും. എനിക്കും തോന്നുന്നു ഈ സിനിമയുടെ ഒരു പ്രധാന ആകർഷണം അതാണ്, സാധാരണ മുഹൂർത്തങ്ങളെ എങ്ങനെ ഭയാനകമാക്കി മാറ്റുന്നു എന്നത്. അതെ. ഈ കിട്ടിയ വിവരങ്ങൾ വെച്ചു നോക്കുമ്പോൾ കഥ തുടങ്ങുന്നത് ഒരു പിറന്നാൾ പാർട്ടിയിലാണ്. വളരെ സിമ്പിൾ തുടക്കം. അതെ. പക്ഷെ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന പിരിമുറുക്കങ്ങൾ, അധികാര വടംവലികൾ, അതൊക്കെ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമം. 33 മിനിറ്റേ ഉള്ളൂ, പക്ഷെ ഒരുപാട് കാര്യങ്ങൾ പറയാതെ പറയുന്നുണ്ട്. ശരിയാണ്. അപ്പോ ഈ പാർട്ടിയിലെ രണ്ടമ്മമാർ കണ്ടുമുട്ടുന്നു. പാർവതി തിരുവത്തും റിമ കല്ലിങ്ങിലും. കൂടെ ലാലന്ന എന്ന കുട്ടിയും. നക്ഷത്ര ഇന്ദ്രജിത്താണ് ചെയ്യുന്നത്. ഒറ്റ നോട്ടത്തിൽ നല്ല സൗഹൃദപരമായ ഒരു കൂടിക്കാഴ്ച. പക്ഷേ ഈ ലേഖനങ്ങളിലൊക്കെ പറയുന്ന പോലെ പതുക്കെ അതൊരു തരം അസ്വസ്ഥതയിലേക്ക്, ഒരു ടെൻഷനിലേക്ക്, അല്ലേ? അതെ. ലേഖനത്തിൽ വഞ്ചനാപരമായ നിശ്ചലത എന്നൊരു വാക്കുപയോഗിക്കുന്നുണ്ട്. അത് മാറി ഒരു അധികാര വടംവലിയായി മാറുന്നു. ഇതെങ്ങനെയാണ് ഇത്ര സാധാരണമായി തുടങ്ങി ഇത്ര തീവ്രമാവുന്നത്? അവിടെയാണ് ലാലന്ന എന്ന കുട്ടിയുടെ റോള് വരുന്നത്. ഓക്കെ. ഈ കുറിപ്പുകളിലൊക്കെ പറയുന്നത് അവൾക്ക് എന്തോ ഒരു അസാധാരണ കഴിവുണ്ട്, പക്ഷേ മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു അതേർഡ് ഫീൽ. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ആ മുതിർന്നവരുടെ, പ്രത്യേകിച്ച് ആ അമ്മമാരുടെ ഉള്ളിലെ പേടിയും ടെൻഷനുമൊക്കെ അതൊക്കെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള ഒരു കണ്ണാടി പോലെയാണ് ലാലന്ന. ശരിയാണ്. സംവിധായിക മേഘ രാമസ്വാമിയുടെ ഒരു വാചകം ഞാൻ ഓർക്കുന്നു. വർഗീകരിക്കാൻ കഴിയാത്തവരെ സമൂഹം എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നത് ഈ സിനിമയുടെ ഒരു ചിന്തയാണ്. ഓ, അത് പ്രധാനമാണ്. ലാലന്നയുടെ ഈ വ്യത്യസ്തത, ഈ ചട്ടക്കൂടിൽ ഒതുങ്ങാത്ത സ്വഭാവം, അത് മറ്റുള്ളവരിൽ ഭയമുണ്ടാക്കുന്നു. അതാണ് ആ കൂടിക്കാഴ്ചയെ പതിയെ അസ്വസ്ഥമാക്കുന്നത്. ഇവിടെ രസകരമായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത്രയും വലിയൊരു ഭാരം താങ്ങുന്നത് ഒരു കൊച്ചുകുട്ടിയാണ്. അതെ അതെ. ആ കുട്ടിയുടെ നിഷ്കളങ്കതയും അതേസമയം ആ മനസ്സിലാക്കാൻ പറ്റാത്തൊരു കഴിവും രണ്ടും സിനിമ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു വ്യത്യസ്തത അത് മുതിർന്നവരുടെ ലോകത്തിലെ പൊള്ളത്തരങ്ങളെ കാണിക്കുകയാണ്. ഒരു തരത്തിൽ അതെ. ഇനി സംവിധായികയുടെ ചിന്തകളിലേക്ക് വരാം. മേഘ രാമസ്വാമി വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ചില കാര്യങ്ങൾ. സ്ത്രീകൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, ലൈംഗികത, മുൻവിധികൾ, സമൂഹത്തിലെ അധികാരശ്രേണികൾ, പിന്നെ ഈ പുരുഷാധിപത്യ ചിന്താഗതികൾ. അതെ. ഇതൊക്കെ എങ്ങനെയാണ് സ്ത്രീകളുടെ അനുഭവങ്ങളെ തടയുന്നതെന്ന് കാണിക്കാനാണ് ശ്രമിക്കുന്നത്. ശരിയാണ്. പിന്നെ മുംബൈ എന്ന നഗരത്തെക്കുറിച്ചും പറയുന്നുണ്ട്. അതൊരു സാധാരണ നഗരമല്ല, ദുരന്തങ്ങളുടെയും മുന്നറിയിപ്പുകളുടെയും ഓർമ്മകളുള്ള ഒരിടം, പല തട്ടുകളുള്ള ഒരു യാഥാർത്ഥ്യം. അതെ, അതൊരു പ്രധാന പോയിന്റാണ്. വെറുമൊരു കഥയല്ല ഇത്. അല്ല, ഈ വ്യക്തിപരമായ അനുഭവങ്ങളെ വലിയ സാമൂഹ്യ പ്രശ്നങ്ങളുമായിട്ട്, അതുമായിട്ടാണ് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. ശരിയാണ്. ഇവിടെയാണ് കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവമുള്ളതാവുന്നത്. തീർച്ചയായും. രാമസ്വാമിയുടെ ഒരു സമീപനം അത് വെറും കഥ പറച്ചിലല്ല, അത് നമ്മുടെ ഇന്ദ്രിയങ്ങളെ തൊടുന്നൊന്നാണ്, കുറച്ച് തത്വചിന്താപരവുമാണ്. നിങ്ങൾ പറഞ്ഞ പോലെ മുംബൈയെ കാണിക്കുന്നത് ആ തിരക്കുള്ള സിറ്റിയായിട്ടല്ല, മറിച്ച് ഓർമ്മകളും പറയാത്ത കഥകളും അക്രമങ്ങളും ഒക്കെയുള്ള ഒരു പ്രേതനഗരം പോലെ. കഥ നടക്കുന്ന ആ സബർബൻ വീടുപോലും അതൊരു സ്റ്റേജ് പോലെയാണ്. സ്ത്രീകളുടെ ഉള്ളിലെ മുറിവുകളും വിഷമങ്ങളുമൊക്കെ അതൊക്കെ അഭിനയിച്ചു തീർക്കുന്നൊരിടം. ഡയലോഗിനേക്കാൾ കൂടുതൽ നോട്ടങ്ങളിലൂടെയും നിശബ്ദതയിലൂടെയുമൊക്കെയാണ് അത് കൺവേ ചെയ്യുന്നത്, അല്ലേ? അതെ അതെ. ആ പിരിമുറുക്കം നമുക്ക് ഫീൽ ചെയ്യും. രാമസ്വാമി പറയുന്ന ഒരു കാര്യം ഓർക്കുന്നു. ചിലപ്പോ സത്യം ഭയങ്കര ഭയാനകവും ഓവറും ആയിരിക്കും. പ്രത്യേകിച്ച് പിങ്കുടുപ്പിട്ടൊരു കുട്ടി അത് നിഷ്കളങ്കമായിട്ട് പറയുമ്പോൾ നമ്മളത് പ്രതീക്ഷിക്കില്ല. ശരിയാണ്. അപ്പോ ഇതിനെ ഒരു വലിയ ക്യാൻവാസിലേക്ക് വെച്ചു നോക്കിയാല് ഇതൊരു കെട്ടുകഥ എന്നതിനേക്കാൾ നമ്മുടെ ചുറ്റുമുള്ള യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിമർശനമാണ്, പ്രത്യേകിച്ച് അധികാരമില്ലാത്തവരുടെ, സ്ത്രീകളുടെ അവസ്ഥകളെക്കുറിച്ച്. ലാലന്ന എന്ന കഥാപാത്രത്തിലേക്ക് ഒന്നുകൂടെ വരാം. അവളുടെ ആ ഒരു സിംബോളിസം, പ്രതീകാത്മകത, അതിനെക്കുറിച്ച് രാമസ്വാമി പറയുന്ന വാക്കുകൾ ഭയങ്കര ശക്തമാണ്. അവർ പറയുന്നത് അവൾ വെറുമൊരു പെൺകുട്ടിയല്ല,
അതിജീവിച്ചവരുടെയും ഇരകളുടെയും പ്രതീകമാണ്. പാറക്കെട്ടിൽ നിന്ന് തെള്ളിയിടപ്പെട്ടവർ, എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിക്കാത്തവർ. വളരെ പവർഫുള്ളായ വാക്കുകളാണ്. അതെ. അപ്പോ അവളിലെ ആ നിഗൂഢത വരുന്നത് അവൾ സത്യം പറയുന്നതുകൊണ്ടാണ് എന്ന് പറയുന്നു. അപ്പോ ഈ പിങ്കുടുപ്പിട്ട കുട്ടി, അവളൊരു മുതിർന്നവർക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത, അല്ലെങ്കിൽ അവർ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന നഗ്നമായ, ചിലപ്പോൾ ഓവറായ സത്യങ്ങൾ വിളിച്ചു പറയുന്ന ഒരാളാണോ? അങ്ങനെ ചിന്തിക്കുന്നതിൽ തെറ്റില്ല. കാരണം ഇരകളും അതിജീവിച്ചവരുമൊക്കെ സമൂഹത്തിൽ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം ഈ അവിശ്വസനീയതയാണ്. ശരിയാണ്. അവരുടെ അനുഭവങ്ങളെ സമൂഹം ചോദ്യം ചെയ്യും, ചെറുതാക്കി കാണിക്കും. ലാലൻ ആ ഒരു യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സിനിമയുടെ ക്ലൈമാക്സിലെ ലാലനയുടെ ആ പാട്ട്, അതൊരു പാട്ടാണോ വിലാപമാണോ എന്ന് പോലും സംശയം തോന്നും. അതൊരു മെറ്റാഫിസിക്കൽ വിള്ളലായി മാറുന്നു എന്ന് ലേഖനത്തിൽ പറയുന്നുണ്ട്. മെറ്റാഫിസിക്കൽ വിള്ളൽ, അതായത് അതുവരെ നമ്മൾ കാണാതിരുന്ന, ഒരുപക്ഷെ അടക്കിപ്പിടിച്ച ഒരു വൈകാരിക ലോകം, അത് പെട്ടെന്ന് ഭിത്തി പൊളിച്ചു പുറത്തുവരുന്നതുപോലൊരു ഫീൽ. അവിടെ ഛായാഗ്രാഹകൻ കുൽദീപ് മമാനിയുടെ പങ്കും വലുതാണ്. ആ ഭയവും അതേസമയം ഇന്ദ്രിയങ്ങളെ തൊടുന്ന ഡീറ്റെയിൽസും ചേർത്തുവെച്ച് വെറുമൊരു പേടിപ്പെടുത്തുന്ന കാഴ്ച എന്നതിനപ്പുറം നമ്മളെ ശരീതെറ്റുകളെക്കുറിച്ച് ചിന്തിപ്പിക്കുന്ന ഒരു ധാർമ്മിക തലത്തിലേക്ക് സിനിമയെ കൊണ്ടുപോകുന്നുണ്ട്. ഇന്നത്തെ സമ്പന്നതയുടെ കാലത്തെ ചെറിയ ചെറിയ ക്രൂരതകളെ പ്രതിനിധീകരിക്കാനുള്ള ശ്രമം എന്ന രാമസ്വാമിയുടെ ആശയവും അതും ഇതുമായി ചേർത്ത് വായിക്കാം. അതെ, ഇത് ശരിക്കും ഒരു പ്രധാന ചോദ്യം ചോദിക്കുന്നുണ്ട്. സമൂഹത്തിലെ ആരുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്? ആരുടെ സത്യങ്ങളാണ് വിശ്വസിക്കപ്പെടുന്നത്? കുട്ടികളുടെ, സ്ത്രീകളുടെ, അധികാരം കുറഞ്ഞവരുടെ വാക്കുകൾക്ക് എന്ത് വിലയാണുള്ളത്? ശരിയാണ്. ഈ ഭീകരതയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഈ കഥ പറയാൻ രാമസ്വാമിക്ക് ഹൊറർ എന്ന ജോണർ തന്നെ വേണ്ടിവന്നത്? അതും ഒരു പ്രധാന ചോദ്യമാണ്. അവർ തന്നെ അതിന് ഉത്തരം പറയുന്നുണ്ട്. ഹൊറർ ആകർഷകവും നിഗൂഢവുമാണ് എന്ന്. അതോടൊപ്പം എല്ലാത്തരം അനീതികളെയും പര്യവേഷണം ചെയ്യാനും അവയെ ഭീകരത എന്ന് കൃത്യമായി അടയാളപ്പെടുത്താനും ഹൊററിനൊരു സ്പേസ് ഉണ്ട് എന്നും പറയുന്നു. വളരെ ശരിയാണ്. പറയാൻ ബുദ്ധിമുട്ടുള്ള പല കാര്യങ്ങളും ഹൊററിലൂടെ പറയുമ്പോൾ അതിന് വേറൊരു ഇമ്പാക്റ്റ് കിട്ടും. പിന്നെ ഈ സ്ത്രീപക്ഷ ഹൊററിനെക്കുറിച്ചുള്ള അവരുടെ കാഴ്ചപ്പാടും അത് ശ്രദ്ധേയമാണ്. ഇത് പുരുഷന്മാർക്ക് പഠിക്കാനുള്ള ഒരു ധാർമ്മിക പാഠം അല്ല, മറിച്ച് സ്ത്രീകളുടെ വ്യക്തിപരമായ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതെ, അവരുടെ ഒരു പേഴ്സ്പെക്റ്റീവാണത്. അവർക്ക് ഹൊറർ സിനിമകളോട് ഇഷ്ടമുണ്ടെന്നും സത്യസന്ധമാണെങ്കിൽ പല ജോണറുകൾ മിക്സ് ചെയ്യുന്നതിലും താൽപ്പര്യമുണ്ടെന്നും പറയുന്നുണ്ട്. തീർച്ചയായും. സാമൂഹിക വിമർശനത്തിന് ഹൊററിന്റെ ആ ഒരു വിഷ്വൽ ലാംഗ്വേജ് ഉപയോഗിക്കുന്നത് അത് വളരെ എഫക്റ്റീവ് ആകാം. ലേഖനത്തിൽ പറയുന്ന ആ ലിഞ്ചിയൻ അലഗറി എന്ന വാക്ക്, ഡേവിഡ് ലിഞ്ചിന്റെ സിനിമകൾ പോലെ, അതെ, യാഥാർത്ഥ്യം കുറച്ച് വിചിത്രമായി, സ്വപ്നം പോലെ തോന്നിക്കുന്ന, പക്ഷേ ഉള്ളില് വലിയ അർത്ഥങ്ങളുള്ള ഒരു രീതി. അതുപോലെ സാമൂഹിക യാഥാർത്ഥ്യമായി വേഷം മാറുന്നുവെന്നും പറയുന്നുണ്ട്. അപ്പോൾ നേരിട്ടുള്ള സംഭാഷണങ്ങളില്ല, പക്ഷേ പെരുമാറ്റത്തിലൂടെ, പറയാതെ പറയുന്ന സൂചനകളിലൂടെ, ഒരുപക്ഷെ ജാതീയമായ ചില കാര്യങ്ങൾ പോലും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ടാവാം. ഇത് കാണുന്ന നമ്മളിൽ ഒരുതരം അസ്വസ്ഥതയുണ്ടാക്കും. ശരിയാണ്. അമ്മ കഥാപാത്രങ്ങളെ പോലും വെറും സ്നേഹനിധികളായിട്ടല്ല, സാമൂഹിക നിയമങ്ങളുടെ കാവൽക്കാരെ പോലെ മുൻവിധികളും ഭയങ്ങളുമൊക്കെ ഉള്ളവരായി കാണിക്കുമ്പോൾ ആ ഭീകരതയ്ക്ക് ഒരു ഡെപ്ത് വരുന്നുണ്ട്. അതെ, സിനിമയുടെ അവസാനം അതിൽ ലളിതമായ ഉത്തരങ്ങളൊന്നും തരുന്നില്ല എന്ന് ലേഖനങ്ങൾ പറയുന്നു. ഇല്ല, അതിന്റെ ഒരു ശക്തി ആ അവ്യക്തതയിലാണ്. കണ്ടു കഴിയുമ്പോൾ ഒരു പകുതി ഓർമ്മിക്കുന്ന നാടോടി കഥ പോലെയോ, അല്ലെങ്കിൽ വിശദീകരിക്കാൻ പറ്റാത്തൊരു സ്വപ്നം പോലെയോ. അതെ, മനസ്സിലങ്ങനെ കിടക്കും. ഒരു വാചകം ശ്രദ്ധേയമാണ്. നമ്മളിതിനകം ജീവിക്കുന്ന ഭീകരതകളാണ് ഏറ്റവും ഭയാനകമെന്ന് ഇത് വെളിപ്പെടുത്തുന്നു. വളരെ കറക്റ്റാണ്. നമ്മൾ ഈ നാഗരികത എന്നൊക്കെ പറഞ്ഞ് മറച്ചുവെക്കുന്ന ആ ദൈനംദിന ജീവിതത്തിലെ ചെറിയ ക്രൂരതകളിലെ ഒരു നിശബ്ദ ഭീകരതയുണ്ടല്ലോ, അതാണ് സിനിമ കാണിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്താണ് അർത്ഥമാക്കുന്നത്? നിങ്ങൾക്ക് ഈ സിനിമയെക്കുറിച്ച് കേൾക്കുന്ന ആൾക്ക് സിനിമയുടെ ശക്തി അത് കണ്ടു കഴിയുമ്പോഴും നമ്മളെ വിടാതെ പിന്തുടരും എന്നതിലാണ്. എളുപ്പമുള്ള ഉത്തരങ്ങൾ തരില്ല, ചോദ്യങ്ങൾ ചോദിപ്പിക്കും. കാരണം ഈ പറയുന്ന വിഷയങ്ങൾ, ലൈംഗികത, മുൻവിധി, അധികാരം, അതൊക്കെ സങ്കീർണമാണ്. അതിനൊറ്റ ഉത്തരമില്ല. ശരിയാണ്. ആ ഒരു യാഥാർത്ഥ്യം അതേപടി കാണിക്കാനാണ് സംവിധായിക ശ്രമിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കാണുമ്പോൾ ഒരു അസ്വസ്ഥത തോന്നാം, പക്ഷേ ആ അസ്വസ്ഥതയാണ് നമ്മളെ ചിന്തിപ്പിക്കുന്നത്. തീർച്ചയായും. ഈ ഒരു അനുഭവം നേരിട്ടറിയാൻ താൽപ്പര്യമുള്ളവർക്ക് സിനിമ മൂബിയിലുണ്ടെന്നും ഈ കുറിപ്പുകളിൽ പറയുന്നുണ്ട്. ഓക്കേ. അപ്പോ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ
നമ്മുടെ കയ്യിലുള്ള ഈ വിവരങ്ങളിൽ നിന്ന് ഒരു ചിന്ത പങ്കുവച്ചോട്ടെ. തീർച്ചയായും. മുതിർന്നവരുടെ ഉള്ളിലെ പേടിയും സമൂഹത്തിന്റെ മുൻവിധികളുമൊക്കെ കാണിക്കാൻ സിനിമ ലാലന്ന എന്ന കുട്ടിയുടെ വ്യത്യസ്തതയെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. അതെ. ഒരുപക്ഷേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത, നമ്മുടെ ആ ഒരു ചട്ടക്കൂടിൽ ഒതുങ്ങാത്ത ആളുകൾ, അത് ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്തുള്ളവർ തന്നെയാകാം. അവരുടെ മേൽ നമ്മൾ ഇതുപോലെ അറിയാതെ ആരോപിക്കുന്ന, അസ്വസ്ഥതയുണ്ടാക്കുന്ന സത്യങ്ങൾ എന്തൊക്കെയായിരിക്കും? നല്ല ചോദ്യമാണ്. ഏതൊക്കെ ലാലന്നമാരെയാണ് നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിക്കുന്നത്? വളരെ ആഴത്തിലുള്ള ചിന്തകൾക്ക് വഴിവെച്ചൊരു വിശകലനം തന്നെയായിരുന്നു ഇത്. മേഘരാമസ്വാമിയുടെ ലാലന്നയുടെ ഗാനം എന്ന ഈ ചെറിയ എന്നാൽ ഒരുപാട് പറയാനുള്ള സിനിമയെക്കുറിച്ച് നമ്മൾ നടത്തിയ ഈ വിശദമായ സംസാരത്തിൽ പങ്കുചേർന്നതിന് നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി. ഈ സിനിമയെക്കുറിച്ചോ നമ്മൾ സംസാരിച്ച വിഷയങ്ങളെക്കുറിച്ചോ അതുമല്ലെങ്കിൽ സമാനമായ അനുഭവങ്ങളെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ ചിന്തകൾ ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ മടിക്കരുത്. അല്ലെങ്കിൽ നിങ്ങളെ പ്രചോദിപ്പിച്ച കഥകളോ വിഷയങ്ങളോ അടുത്തൊരു വിശകലനത്തിനായി theopenmicpodcasts@gmail.com എന്ന ഇമെയിൽ വിലാസത്തിൽ ഞങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. തീർച്ചയായും. അടുത്ത തവണ പുതിയൊരു വിഷയമായി വീണ്ടും കാണാം.